ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. ചിക്കനിൽ മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ ലേശം വിനാഗിരിയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ആയിക്കോളും. ഈ സമയം കൊണ്ട് നമുക്ക് സവാള നന്നാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിയില ഇതൊക്കെ ഒരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചുവന്ന മുളകിൻ്റെ അരിയൊക്കെ മാറ്റിയിട്ടുള്ള ഭാഗവും നമ്മൾ വെച്ചിട്ടുണ്ട്. വല്ലാത്ത എരിവാണ് കേട്ടോ ആ മുളകിന്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാളയൊക്കെ നല്ല പോലെ വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി ഇതൊക്കെ നമുക്ക് ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി കഷ്ണങ്ങളും കൂടി ഇട്ട് ഒന്ന് അടച്ച് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ സിമ്മിൽ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തിളച്ച് ആകുമ്പോൾ അത് നല്ലൊരു കറിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സാധാ പോലെ കുക്കറിൽ വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയുണ്ടല്ലോ നമുക്ക് നമ്മുടെ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിടണം. അപ്പോൾ നിക്കുവിനെ മുൻപേ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിക്കും കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ കോഴീനെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നിക്കുവിനെ അറിയാം, ഞാൻ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിക്കും ഓടി വരും കേട്ടോ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ അവരെ തുറന്ന് വിടും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരെയൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ നിക്കുവിന് നല്ല പോലെ മാറിയിട്ടുണ്ട്. സൗണ്ടാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. കാലാണെങ്കിൽ നല്ല ബലം പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ നിലത്ത് നിന്ന് ഒറ്റ ചാട്ടത്തിന് ഈ കൂടിൻ്റെ മുകളിൽ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടാണ്. ഇത്രയും മുകളിലേക്കൊക്കെ ചാടി നിൽക്കാനായിട്ട് പറ്റിയല്ലോ. പിന്നെ ഉണ്ടല്ലോ നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിടുന്ന വഴി ഈ വെള്ളം നമ്മൾ വീണ്ടും മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഈ സൈഡിലെ ടാപ്പിൽ നിന്ന് വരിക. കാരണം ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കൂടിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരിക്കും, അവർക്ക് കൊത്തി കുടിക്കാൻ പാകത്തിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ എന്നാലും പുറത്തിറക്കി വിടുമ്പോൾ അവർക്ക് ഇങ്ങനെ കൊത്തി കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എത്ര സമയമായി എന്നറിയും ഈ കോഴികൾ. ഒരു കോഴി ഒരു പ്രാവശ്യം ഒന്ന് കുടിച്ചിട്ട് ഓടിപ്പോയി കളിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് തവണ നിന്നിങ്ങനെ കുടിച്ചതിന് ശേഷമാണ് കളിക്കാനായിട്ട് പോവുള്ളൂ. അപ്പോൾ ഈ പക്ഷികൾക്കും വളരെയധികം ദാഹവും ക്ഷീണവും ചൂടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ ഞാൻ കുറച്ച് വെള്ളം എടുത്തും കഴിഞ്ഞ് ഈ തെങ്ങിൻ്റെ ചുറ്റായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിട്ട വഴി ഇവരൊന്ന് നമ്മുടെ വീടിനെ ഒന്ന് റൗണ്ട് ചെയ്തും കഴിഞ്ഞിട്ട് വരും. തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ അവർ ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ റൗണ്ട് ചെയ്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് നനച്ചിടാം. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ ഇട്ട് മാന്തി ചകഞ്ഞൊക്കെ നിൽക്കാനും. വേറെ എവിടെയും നമ്മുടെ വീട്ടിൽ പറമ്പിൽ എവിടെയും നനവായിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം അവിടെ ഉണങ്ങി കടിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ കാല് വെച്ച് മാന്താനും ഒക്കെ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ നനച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തുണികൾ അലക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സോപ്പ് വാട്ടറിൽ അതൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കൊട്ടി അലക്കി കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തുണികളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് വിരിച്ചാൽ മതി. 10 മിനിറ്റിനുള്ളിൽ അതൊക്കെ വെള്ളം വാർന്ന് കിട്ടും. കാരണം കാറ്റ് കൊണ്ട് അതുപോലെ ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി പോയിക്കോളും.
പാചകം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങാറ്. എന്നാൽ മാത്രമാണ് ഒരു സന്തോഷ സമാധാനത്തോടും കൂടി പുറത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പുറത്ത് കുറേ നേരം ജോലിയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശക്കുന്നു ദാഹിക്കുന്നു എന്ന് വിചാരിച്ചും കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തെ ജോലികൾക്കൊക്കെ ഞാൻ ഇറങ്ങാറുള്ളൂ. നമുക്ക് പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയം ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്താ നമ്മുടെ പച്ചക്കറികൾ ചെടികൾ ഇതൊക്കെ നോക്കാനായിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കോഴിമക്കൾ നടക്കുമ്പോൾ അവരെ കൂടെ ഒന്ന് ചെന്ന് നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പൂച്ചയാണെങ്കിൽ അതിനൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ച് നമ്മളൊരു ഫ്രീ ടൈം ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്ത് നമ്മൾ ജോലികളൊക്കെ ചെയ്യണം കേട്ടോ. ഇത്ര സമയം കൊണ്ട് ഞാൻ ഈ ജോലികളൊക്കെ ചെയ്ത് കഴിക്കും എന്നാൽ മാത്രമാണ് നമുക്ക് ബാക്കി സമയങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പാചക ജോലികളും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിനി മറ്റൊരു ജോലിക്ക് ഇറങ്ങാണ്. ഈ ബക്കറ്റിൽ സവാളത്തൊണ്ട് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി അത് കുറച്ച് ശേഷം നമുക്ക് ഇതിൻ്റെ കടയ്ക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മത്തത്തൈയാണ്. അപ്പോൾ അതിൻ്റെ കടയ്ക്കിൽ നിന്ന്, അതായത് അതിൻ്റെ വേരുമൊന്നും തൊടാൻ പാടില്ല കേട്ടോ. ഇത്തിരി നീക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി മാറ്റിയിട്ട് ഈ പച്ചക്കറി വേസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണ്ണിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് നല്ല പോലെ അത് വലിച്ചെടുത്തോളും. പക്ഷേ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ ഇടുകയാണെങ്കിൽ നമ്മുടെ കോഴിമക്കൾ അതിനുള്ളിൽ കയറി നിന്നും കഴിഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്ന ആ വളങ്ങളൊക്കെ ചിക്കി പുറത്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ടതിന് ശേഷം ഞാൻ ചകിരിയുടെ കഷ്ണങ്ങളും ഞാനിങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ അത് പുറത്തേക്ക് വലിച്ചിടുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ത് വളം കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ മണ്ണും അതുപോലെ തന്നെ ഈ ചകിരിക്കീറുകളും ഞാനിങ്ങനെ അടക്കി വെക്കും. അതുകൊണ്ട് തന്നെ അവർ മൈൻഡ് ചെയ്യില്ല. അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോയെന്ന് അവർ വന്ന് നോക്കുമ്പോൾ അതിൽ മണ്ണല്ല കാണുക, ഈ ചകിരിയാണ് കാണുക. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ പച്ചക്കറി തൈകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇല അല്ലെങ്കിൽ ഒരു 4 ഇല പരിവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് അങ്ങനെ കരുത്തൊന്നുമില്ലാതെ പിന്നീട് അങ്ങോട്ട് വളരാതെ ആ വളർച്ച മുരടിച്ച പോലെ അങ്ങനെ അങ്ങോട്ട് നിൽക്കൂട്ടാ. അപ്പോൾ അങ്ങനെയുള്ള തൈകൾക്ക് പോലും നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ പുതിയ ഇലകൾ വരാനും പിന്നെ അങ്ങനെ പടർന്നു പോകാനും പടർന്ന് പന്തലിച്ച് നല്ല കരുത്തുറ്റ ഇലകളൊക്കെ ആയിട്ട് മാറാനും ഒക്കെ ഇത് സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് കണ്ടില്ലേ, ഇപ്പോൾ ഈ മത്തത്തൈ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി തൈകൾ ഇതിനൊക്കെ ഞാൻ ഈ വളം തന്നെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വളങ്ങൾ മാറ്റി മാറ്റി നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ ഈ തൈകളും വലുതാവും, അതുപോലെ തന്നെ കായ്കളും നിറയെ പിടിക്കും. എന്തായാലും ഒരു വീട്ടിൽ നമ്മൾ ഉള്ളി, സവാള, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തൊലികളൊക്കെ കളഞ്ഞ് ഇഷ്ടം പോലെ തൊലികൾ ഉണ്ടായിരിക്കുമല്ലേ, അതൊക്കെ വെറുതെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ബക്കറ്റോ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കുന്നതിലേക്ക് ആൾക്കാർ പുളിച്ച കഞ്ഞിവെള്ളം അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഈ പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ സവാള, വെളുത്തുള്ളി തൊണ്ടുകൾ മാത്രമായിട്ടാണ് ഇട്ട് വെച്ചിരുന്നത്. എന്നാലും അത് നല്ല പോലെ ഒന്ന് അലിഞ്ഞ പോലെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അത് കോരിയും കഴിഞ്ഞിട്ട് ഇടുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതൊന്നും 5 പൈസ പോലും ചിലവുള്ള വളങ്ങളല്ല അല്ലേ. ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇട്ട് കൊടുക്കാൻ യാതൊരു വക ചിലവുമില്ല. നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. ഇതൊക്കെ നോക്കാനും ഇതൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പച്ചക്കറികൾ കഴിയുമ്പോൾ അടുത്ത പച്ചക്കറി അതുപോലെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ നമുക്ക്
എടുക്കാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെച്ച് കൊടുക്കാൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജോലിയായിട്ട് നമുക്ക് തോന്നാറില്ല. കാരണം മനസ്സിന് അത്രത്തോളം സന്തോഷമാണ്. നമ്മൾ ഓരോ ദിവസവും വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വലിപ്പം കൂടി വരുന്നതും പൂവിടുന്നതും കായിടുന്നതും ഒക്കെ നമുക്ക് കൺമുന്നിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ അത് ചെയ്ത് തന്നെ അറിയണം. അങ്ങനെ നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് തോന്നും. അപ്പോൾ ഈ പച്ചക്കറി തൈകളുടെ ഇടയിലായിട്ട് ഞാൻ ചെണ്ടുമല്ലിയുടെ തൈകളും വെച്ചിരുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെണ്ടുമല്ലി പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് കേട്ടോ ഈ പ്രാണികളും മറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ആകർഷിച്ച് ഇതിലേക്കേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വെറുതെ വിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയിൽ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. വളമിട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ 2 നേരവും എന്തായാലും നനയ്ക്കണം കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്താണ് ഈ ഗ്രോ ബാഗുകൾ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് ഈ തൈകൾ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു 1 മണിയൊക്കെ ആവുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ വാടി തളർന്നാണ് നിൽക്കുക. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും വീണ്ടും ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ ഈ പച്ചക്കറി തൈകൾക്ക് എത്ര വെയിൽ കിട്ടിയാലും അവയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവയ്ക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഒട്ടും വെയിൽ പറ്റാതെ ആകെ വാടി തളരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഗ്രോ ബാഗ് മാത്രം നമുക്ക് വേറൊരു സൈഡിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മത്തങ്ങയുടെ ഗ്രോ ബാഗ് ഇവിടെ നിന്ന് മാറ്റാനായിട്ട് കാരണം ഇവിടെ ആകെ കുറച്ച് സ്ഥലമാണേ ഉള്ളൂ. മത്തങ്ങയാണെങ്കിൽ വള്ളി വീശിയൊക്കെ തുടങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് പടർന്ന് കയറുകയും അല്ലെങ്കിൽ പടർന്ന് പോകാനും ഒക്കെ കുറേ സ്ഥലം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ മാറ്റി കൊടുത്തത്. അപ്പോൾ ഈ നിലമൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ നല്ല ചൂടായി ചുട്ട് പഴുത്ത് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിങ്ങനെ എന്തെങ്കിലും മണ്ണിലൂടെ പടർന്ന് പോകുന്ന സാധനങ്ങൾക്ക് അങ്ങനെ മണ്ണിലൂടെ പോകുമ്പോൾ വാട്ടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ മണ്ണിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു തണലിനും തണുപ്പിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ മത്തത്തൈക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ഇങ്ങനെ അടയ്ക്കാരത്തിൻ്റെ ആ ഓലയുണ്ടല്ലോ പട്ട, അതാണ് കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തത്. കുറച്ച് നേരം മുറ്റത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ക്ഷീണവും ദാഹവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് വെച്ചിരുന്നു. കുറച്ച് നേരമായി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ വേഗം പുറത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ട് അതെടുത്തും കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഓറഞ്ച് ആണെങ്കിലും തണുപ്പ് വിടാൻ വേണ്ടി പുറത്ത് വെച്ചതാണ്. നമ്മുടെ മൗഗ്ലിക്ക് ചൂടുവെള്ളത്തിൽ കോട്ടൺ വെച്ചും കഴിഞ്ഞിട്ട് തുടച്ചൊക്കെ കൊടുത്തതിന് തുടർന്ന് നല്ല സുഖമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.